നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇലക്ഷനൊക്കെ അല്ലേ, ഞാനൊരു കഥ പറയാം. ഒരു കാട്ടിൽ ഒരു സിംഹവും ഒരു പുലിയും ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ അവര് ബദ്ധ ശത്രുക്കളായിരുന്നു. സിംഹത്തിന് കാട്ടിലെ രാജാവ് ഞാനാണെന്നുള്ള ഒരു അഹംഭാവവും അഹങ്കാരവും ഉണ്ടായിരുന്നു. പുലിയാകട്ടെ തലയെടുപ്പോടുകൂടി തന്നെ നടന്നെങ്കിലും സിംഹത്തെ മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്നാലും സിംഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ആളാവാൻ വേണ്ടി പുലിയെ നോക്കി ഗർജിക്കാറുണ്ടായിരുന്നു. പ്രായം കടന്നു പോകുന്തോറും സിംഹത്തിന് പുലിയോടുള്ള വൈരാഗ്യം കൂടി വന്നു. മറ്റൊന്നും കൊണ്ടല്ല, പുലി കാട്ടിലെ രാജാവല്ലായിരുന്നിട്ടും മറ്റുള്ളവർക്കൊക്കെ പുലിയോടൊരു ബഹുമാനവും പുലിയോടൊരു സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ കാട്ടിലെ രാജാവായ എന്നേക്കാളും എന്തിനാണ് മറ്റുള്ളവർ പുലിയെ ഇങ്ങനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ന് ചിന്തിച്ച് ചിന്തിച്ച് തലയ്ക്ക് ഭ്രാന്തായി ഈ സിംഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുലിയെ നോക്കി ഗർജിക്കാറുണ്ടായിരുന്നു. കാലങ്ങൾ കടന്നു പോകുന്തോറും ആ വൈരാഗ്യം കൂടിക്കൂടി വന്നു. പക്ഷെ പുലിയാകട്ടെ കാട്ടിലെ രാജാവാണ് സിംഹമെങ്കിലും അതിനെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. പുലിയുടെ കാര്യം നോക്കി ഇങ്ങനെ വെക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കാട്ടിൽ വലിയ പ്രളയങ്ങളും മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായി. ഈ സമയം പുലി മറ്റുള്ളവരെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നാൽ കഴിയുന്ന രീതിയിൽ ആ കാടിനെ പഴയ രീതിയിലേക്കാക്കാൻ ശ്രമിച്ചു. സിംഹമാകട്ടെ രാജാവാണെന്നുള്ള ആ ഒരു പരിഗണനയിൽ കിട്ടാവുന്നിടത്തുനിന്നുള്ള കിട്ടാനുള്ളതെല്ലാം മേടിച്ച് പോക്കറ്റിലാക്കി. അപ്പോൾ കാട് പഴയ കാട് പോലെ ആക്കിയപ്പോൾ കാട്ടിലുള്ളവർക്കെല്ലാം ആ പുലിയോട് വീണ്ടും മമത വർദ്ധിച്ചു. കാലങ്ങൾ കടന്നുപോയി, രണ്ടുപേരും പ്രായത്തിലെത്തി. പുലി പ്രായമായെങ്കിലും ആ പഴയ പ്രൗഢിയോടെ തലയെടുപ്പോടുകൂടി തന്നെ നടക്കുകയാണ്. സിംഹമാകട്ടെ പല്ലൊക്കെ കൊഴിഞ്ഞു. ഗർജിക്കാറുണ്ടെങ്കിലും ആ ഗർജനത്തിന് വല്ലാത്ത അലർച്ചയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കാട്ടിൽ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സമയമായി. പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള സമയമായപ്പോൾ ഞാൻ തന്നെയാണ് രാജാവെന്ന് 3 വട്ടം ഈ പല്ല് കൊഴിഞ്ഞ സിംഹം അലറി വിളിച്ചു. ആദ്യം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് അമ്പരന്നു. സമയമായിട്ടും എന്താണ് ഈ സിംഹം വഴിമാറി കൊടുക്കാത്തെ? പുതിയ സിംഹത്തിന് രാജാവാകണ്ടേ എന്ന് ചിന്തിച്ച് എല്ലാവരും ഇങ്ങനെ അമ്പരന്നു നിന്നു. മറുഭാഗത്ത് പുലിയാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തലയെടുപ്പോടുകൂടി മറ്റുള്ളവരുടെ ബഹുമാനവും സ്നേഹവും ഒക്കെ ഏറ്റുവാങ്ങി നടന്നു. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. കുറച്ച് ആൾക്കാർ സിംഹത്തിനോട് ചോദിച്ചു, പുലിമടയിൽ പോയി എന്തുകൊണ്ടാ ആക്രമിക്കാത്തതെന്ന്. അപ്പോൾ സിംഹം പറഞ്ഞു, സാധാരണ പുലിമടയിൽ പോയി ഞങ്ങൾ ആക്രമിക്കാറുണ്ട്. പക്ഷേ ഈ പുലി മടയിലല്ല, മടയുടെ വെളിയിലാണ് ഇരിക്കുന്നത്. അതായത് പുലിമടയുടെ വെളിയിൽ തലയെടുപ്പോടുകൂടി ഇങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പുലിമടയിൽ കയറി ആക്രമിക്കുന്നതെന്ന് പേടിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. കാര്യത്തിലോട്ട് വരാം. അങ്ങനെ സിംഹത്തിന്റെ അലർച്ച കേട്ട് 3 വട്ടം അലറി, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവെന്ന്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ സിംഹങ്ങളുടെ മുതുമുത്തച്ഛൻ ഒരു തീരുമാനമെടുത്തു. പല്ല് കൊഴിഞ്ഞ സിംഹം അവിടെ കിടന്ന് ഗർജിച്ചോട്ടെ, ആ ഗർജനത്തിന് വലിയ അലർച്ചയൊന്നും ഇല്ലല്ലോ. എന്തായാലും മുതുമുത്തച്ഛൻ കാര്യം അവതരിപ്പിച്ചു. അവസാനം അലർച്ചയില്ലാതെ ഗർജിച്ച പല്ല് കൊഴിഞ്ഞ സിംഹം എല്ലാവരെയും നോക്കി പറഞ്ഞു, എനിക്കൊരു വിലയുമില്ല, എനിക്കൊരു വിലയുമില്ല, എനിക്കൊരു വിലയുമില്ല. പല്ല് കൊഴിഞ്ഞ സിംഹം അലർച്ചയില്ലാതെ ഗർജിച്ചു. അവസാനം പട്ടിയെപ്പോലെ മോങ്ങുന്ന കാഴ്ചയാണ് കാണേണ്ടി വരുന്നത്. ഈ കഥ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും ഞാനതിന് ഉത്തരവാദിയല്ല. കാരണം പ്രായമായാൽ പ്രായമായെന്നുള്ള ചിന്തയിൽ ഏതെങ്കിലും മൂലയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അല്ലാതെ പഴയതും വെച്ചുകൊണ്ട് ഇപ്പോഴും കിളയ്ക്കാൻ നിന്നാൽ മറ്റുള്ളവർ കാലി തട്ടി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും. അപ്പൊ എല്ലാവർക്കും സന്തോഷം, സ്നേഹം. ബായ്.